ഇലയാട് ഇങ്ങനെ പരത്തണണ്ടാ, ഇങ്ങനെ പരത്തണം. ഇനി ഇതില് കുട്ട അതങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വിഷുവാണ്. വിഷുവായിട്ട് മാമ്പഴ ഇലയാടയാണ് ഉണ്ടാക്കുന്നത്. മാമ്പഴം കൊണ്ട് ഇപ്പൊ സീസണിലാണ് മാമ്പഴം. അപ്പൊ അതുകൊണ്ട് ഇലയാട റവയൊക്കെ ഇട്ടിട്ട്. അപ്പൊ സിജിക്കുട്ടി വിഷുവായിട്ട് ഇതാ മുണ്ട കൊടുത്തിരിക്കുകയാണ്. അവൻ അങ്ങനെ ചന്തത്തിൽ ചന്ദന കളർ മുണ്ട്, പച്ചക്കര മുണ്ട്, ഷർട്ട് എല്ലാം ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. സിജിക്കുട്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി അല്ലെ മാമ്പഴ ഇലയാട ഉണ്ടാക്കാന് നല്ല സന്തോഷമായി വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഉണ്ടാക്കുക സിജിക്കുട്ടാ. ഓവറാ ഇലയാട ഉണ്ടാക്കാൻ പോകണ്. എലിയാട വിഷുവായിട്ട് ഇല്ല, വിഷുവായിട്ട് എലിയാട ഉണ്ടാക്കില്ല. എലിയാട ഓവറോ തമ്പുരാനാണ് അവൻ. തമ്പുരാന് മാമ അടിമക്കണ്ണ്. ചിജിക്കുട്ടി തമ്പുരാൻ, മാമ അടിമ, ചിജിക്കുട്ടിന്റെ അടിമക്കണ്ണ്. വലിയ സന്തോഷമാണ്. പപ്പള ഇതാ മാമ്പഴം മുറുക്കി ചീക്കുട്ടാ. ചീക്കുട്ടി മാമ്പഴം മുറുക്കി. അങ്ങനെ മാമ്പഴം, നല്ല മാമ്പഴം മുറിക്കണ ശിജിക്കുട്ടി. നാരില്ലാത്ത മാമ്പഴം വേണം ഇതിനൊക്കെ. ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കും. ശിജിക്കുട്ടാ ഇനി ഇതാ മാമ കാണിച്ചതാ. ഇതിനെങ്ങനെ മലത്തുകതാ, കണ്ടില്ലേ? ശിജിക്കുട്ടതാ മാങ്ങനെയൊക്കെ ഇങ്ങനെ തോണ്ടിയെടുത്ത ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. വൈമാതിരി അരച്ചെടുക്കണം. നാരൊന്നും ഉണ്ടാകാൻ പറ്റില്ല. നമുക്ക് അപ്പൊ അരച്ചിട്ട് വരാം, അല്ലേ ശിജിക്കുട്ടാ? ഒഴിക്ക് കുറച്ച്. ശിജിക്കുട്ട റവയിട്. നന്നായി ഇളക്കണം. നെയ്യിൽ നന്നായി വറുത്തെടുക്കണം ശിജിക്കുട്ട. ഇവിടെ പിടിക്ക് ശിജി, ഇവിടെ പിടിക്ക്. ഇതിൽ പിടിക്ക്, എന്നാലും മാമാക്ക് കിട്ടുള്ളൂ. ചിജുവിൽ നേരെ പിടിക്ക്, ചൂടൊന്നും അടിക്കില്ല. ധൈര്യത്തിൽ പിടിച്ചോ. ചൂടടിച്ചിട്ടാണ്, ചൂടടിക്കാണ്ട്. വളക്ക്. തേങ്ങയിട് ശരിക്കുട്ടാ. തേങ്ങയിട്. വളക്ക്. എന്നിട്ട് തേങ്ങ ചേർക്കുക. പഞ്ചസാര ഇട്. ആവശ്യത്തിന് പഞ്ചസാര. ഇതാ മാങ്ങ മിക്സിയില് നല്ല മൈമാതിരി അരച്ചത്. ചീക്കുട്ട ഇനി ഇളക്ക്, നന്നായി ഇളക്ക്. നിനക്ക് അതവിടെ ഇരിക്കട്ടെ, ഇതിൽ പിടിച്ചിളക്ക്. നന്നായി ഇളക്ക് ചീക്കുട്ട, പിടിക്ക്. നന്നായി ഇളക്ക്. ഇങ്ങനെ ഇളക്കി നന്നായി യോജിക്കട്ടെ. മാമ്പഴത്തിന്റെ റവയും എല്ലാം കൂടിയുള്ള ചേരുവകള് നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. നല്ല യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മ ഇലയിൽ പരത്തണം. ചീക്കുട്ട എടുക്കും. നമ്മത് പരത്തുകയാണിതാ. ഇങ്ങനെ പരത്തുക. ഇതിൽ ഒട്ടാണ്ടിരിക്കാൻ സ്പൂണിൽ ഇത്തിരി വെള്ളം നനയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തൊട്ടിപ്പിടിക്കും. അങ്ങനെ പരത്തിയ ശേഷം ഇതിൽ 2-3 മുന്തിരിയ, കസുവണ്ടിപ്പരിപ്പ, ബാദാം എന്നതിലൊക്കെ ഒരു സ്റ്റൈലിന് വെക്കാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. അതേമാതിരി മടക്കിയിട്ട് ആവിയിൽ വെക്കുക. ഇലയാടെ ഇങ്ങനെ പരത്തണണ്ടാ, ഇങ്ങനെ പരത്തണം. ഇനി ഇതിൽ അടുത്തത് ചീക്കുട്ട അതങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇതിൽ ഓരോന്ന് വെക്കും. ഇങ്ങനെ വെക്കും. ഇനി ഇങ്ങനെ ഓരോന്ന് വെക്കി കുട്ട. ഇങ്ങനെ വെക്കി. വെക്കി ചീ പിടിച്ച് വെക്കും. ഇങ്ങനെ അമർത്ത്. ഇങ്ങനെ 2 കൈ കൊണ്ട് അമർത്ത്. ഇങ്ങനെ അമർത്ത്. ഇനി ഇതിൽ വെക്കി. ഇതിൽ വെക്കി. ഇങ്ങനെ അടച്ചു വെച്ച. ഓക്കെ, അടച്ചു വെച്ചു. ചീക്കുട്ട അത് ആവി വരുന്നുണ്ട്. ആവിയിൽ കൈ വെക്കി. നോക്കട്ടെ. ആവി വരുന്നുണ്ട്. വെന്തിട്ട് നമ്മ തരാ, വേകട്ടേട്ടാ. സിജിക്കുട്ടന്റെയും മാമാന്റെയും വക എല്ലാവർക്കും വിശ്വാസംസകൾ. കാർഷിക അഭിവൃദ്ധിയുടെ വിശ്വാസംസകളാണ്. എല്ലാവർക്കും നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സിജിക്കുട്ട കാർഷിക അഭിവൃദ്ധിയുടെ ആശംസകളാണ് സിജിക്കുട്ട. വിഷു കാർഷിക ഉത്സവത്തിന്റെ തുടക്കത്തിന്റെ ഒരു ഉത്സവമാണ്. പണ്ട് ഞങ്ങൾ വിഷുവൊക്കെ കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം ചെടികളൊക്കെ പാകും. മുളക് ചെടി പാകല് ഇങ്ങനെയൊക്കെ ചെയ്യും. മുമ്പ് കാലത്ത് വിഷു കഴിഞ്ഞ് 1-ാം തീയതി അതാ പണി. അതിനു മുമ്പ് നിലങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് വിഷുവിനുള്ള മുളക് ചെടി, വഴുതിരിങ്ങ ചെടി, ഇങ്ങനെ വഴുതിനിങ്ങ
ഇങ്ങനെയുള്ള ചെടികളൊക്കെ പാകി വെള്ളം നനച്ച് വെക്കും. അതാണ് വിഷുവായിട്ടുള്ള ഞങ്ങളുടെ കാർഷികത്തിന്റെ തുടക്കം. പിന്നെ ചില കർഷകർ പാടത്ത് വെച്ച് ഒന്ന് പൂട്ടിയ ശേഷം കുറച്ച് വിത്ത് ഇങ്ങനെ പതറും. അങ്ങനെയൊക്കെ ചെയ്യും പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ അങ്ങനത്തെ രീതികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് വന്ന് തുറക്കാം. ചിരിക്കുട്ട വെന്ത് തുറക്ക, നമുക്ക് ഓഫാക്കാം കേട്ടാ. മാമത് തീ കുറയ്ക്കുന്നുണ്ട്. സിജു തുറക്ക്, വെന്തിട്ടുണ്ട്. തുറക്ക് സിജു, മെല്ലെ തുറക്ക്, ആവി വരണ്ട. ഇലയാടെ വെന്ത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. സിജു എടുത്ത് തിന്ന്. നല്ല മധുരം, മാങ്ങന്റെ മണം, തേങ്ങ, നെയ്യ് എല്ലാം കൂടി കേസരി, മാങ്ങ കേസരി മാതിരിൻ്റെ ഇലയാട. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും കാർഷിക അഭിവൃദ്ധിയുടെ വിശ്വാസംസകൾ.